മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയെ കാണാതായതിൽ നിർണായകമായ തെളിവുകൾ പുറത്തുവന്നു. ടെലഗ്രാമിലൂടെയുള്ള വ്യാജ പണമിരട്ടിപ്പ് സംഘമാണ് തൃത്താലയിലെ മാലിക്കിൽ നിന്ന് പണം തട്ടിയതെന്നാണ് വിവരം. മാലിക്കിന്റെ ടെലഗ്രാം ചാറ്റുകളും സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങളും 24-ന് ലഭിച്ചു. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. വ്യാഴാഴ്ച രാത്രിയാണ് മാലിക്കിനെ ഹോസ്റ്റലിൽ നിന്ന് കാണാതാവുന്നത്. ഏനപ്പോയിലയിലെ ആയുഷ് ഹോസ്പിറ്റലിലായിരുന്നു, ഈ ആയുഷ് ക്യാമ്പസിലായിരുന്നു മാലിക് പഠിച്ചിരുന്നത്. തൃത്താല പടിഞ്ഞാറങ്ങാടി സ്വദേശിയാണ്. വൈകിട്ട് ഒരു 7 മണിയോടുകൂടി ഇരുചക്ര വാഹനവും എടുത്ത് മാലിക് പുറത്തു പോകുന്ന CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഉള്ളാൾ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയത്. ഇന്നലെ ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരുന്നു. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. അതായത് മാലിക്കിനെ ഈ പണം ഇരട്ടിപ്പ് സംഘം വലയിലാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ടെലിഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. മാലിക് ഇവർക്ക് പണം അയച്ചതും മുതലുള്ള എല്ലാ വിവരങ്ങളും തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ്, ആർക്കാണ് ഈ പണം അയച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ 1000 രൂപയാണ് ആദ്യം മാലിക് അയച്ചിരിക്കുന്നത്. 1000 രൂപ നൽകി മാലിക്കിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി 1400 രൂപ മാലിക്കിന് ഇവർ തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നീട് അത് 3000-വും 4000-വുമായി അവസാനം 3.5 ലക്ഷം രൂപ വരെ മാലിക്കിൽ നിന്ന് ഇവർ കൈക്കലാക്കി. ഇങ്ങനെ ഈ പണം തിരിച്ചു കിട്ടാതായതോടുകൂടിയാണ് മാലിക് മനോവിഷമത്തിലായതെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഈ മാലിക്കിന് ഈ പണം ലഭിച്ചത് സുഹൃത്തുക്കളിൽ നിന്നാണ്. മാലിക്കിൻ്റെ സഹപാഠികളിൽ നിന്നും അതുപോലെ തന്നെ ഹോസ്റ്റൽ മേറ്റുകളിൽ നിന്നും മാലിക് ഈ തുക ഇങ്ങനെ വാങ്ങിയിരുന്നു. ഉടൻ തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഈ പണമൊക്കെ വാങ്ങിയത്. അതിനുശേഷമാണ് ഈ പണം ഇരട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെടുന്നത്, അവർക്ക് ഈ പണം അക്കൗണ്ടിലേക്ക് ഇടുന്നത്. പക്ഷേ പിന്നീട് ഈ പണം ഇരട്ടിപ്പ് സംഘം പണം തിരിച്ചു നൽകാൻ തയ്യാറായില്ല. മാലിക് നിരന്തരമായി ചോദിക്കുന്നുണ്ട്. അവസാനം ആ ടെലിഗ്രാം ചാറ്റിൻ്റെ അവസാനം മാലിക് പറയുന്നത് പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്. അങ്ങനെയാണ് ആ ചാറ്റ് പോലും അവസാനിക്കുന്നത്. എന്തായാലും പോലീസ് ഇതേ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. മാലിക് എങ്ങോട്ടാണ് പോയത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഒരു CCTV ദൃശ്യം മാത്രമാണ് ഉള്ളാൾ പോലീസിന് നിലവിൽ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സഹപാഠികളിൽ നിന്നും അതുപോലെ തന്നെ മാലിക്കിന്റെ സുഹൃത്തുക്കളിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. ഈ കുടുംബത്തെ മാലിക് 2 ദിവസം മുൻപാണ് അവസാനമായി വിളിച്ചതെന്നും പറയുന്നുണ്ട്. ഒരു സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ തന്നെ ഇത്തരത്തിൽ പണം ഇരട്ടിപ്പ് സംഘത്തിൽ അവരുടെ വലയിൽപ്പെടുന്നത് അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത് പോലീസ് അതേ ഒരു കാര്യത്തിൽ തന്നെയാണ് പോലീസും കൈകാര്യം ചെയ്തത്. അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.